ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ രാജ്മ മസാലയാണ്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് രാജ്മ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വാരി കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അതിലോട്ട് നമുക്ക് തേജ്പത്ത അല്ലെങ്കിൽ വയണയില, ബ്ലാക്ക് കാടമം, വലിയ ഏലയ്ക്ക, 3-4 ഗ്രാമ്പു, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെച്ച് ഒരു 3-4 വിസിൽ വരുന്നിടം വരെയും വേവിച്ചെടുക്കണം. നല്ലതുപോലെ വെള്ളം ചേർക്കണം. അരയ്ക്കാനായിട്ട് ഞാനൊരു 4 മീഡിയം സൈസിലുള്ള തക്കാളി, ഒരു വലിയ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ചേർക്കാം. സവാളയെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരയ്ക്കാനുള്ളതെല്ലാം റെഡിയാക്കാം. ഇപ്പം ഞാനിതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ സവാളയും ചുമന്നു കഴിഞ്ഞു. ഇനി ഇതിലോട്ട് നമുക്ക് ഉള്ളി തക്കാളിയുടെ പേസ്റ്റ് ചേർക്കാം. വീണ്ടും ഇളക്കാം. പൗഡർ മസാലയ്ക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ മറന്നുപോയി. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഡ്രൈ മാംഗോ പൗഡർ ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അടച്ച് വെച്ചൊന്ന് വേവിക്കണം, എണ്ണ തെളിയുന്നിടം വരെ. ഇതിലോട്ട് അല്പം ജീരകം വറുത്ത് പൊടിച്ചതോടെ ചേർക്കണം. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച രാജ്മയോട് ചേർത്ത് അടച്ച് വെച്ച് ഒരല്പനേരം വേവിച്ചിട്ട് ഇതിലോട്ട് മല്ലിച്ചപ്പും ഗരം മസാലയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒരല്പനേരം കൂടെ 1-2 തിള വരുന്നിടം വരെയും വെക്കണം. ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ബട്ടർ ചേർക്കണം. അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഓക്കെ, കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഓക്കെ, ഇപ്പോൾ റെഡിയാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഓക്കെ, ബൈ ബൈ.